ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി അധ്യായം 6 ഭാഗം 2. രാജ്ഞിമാർ വന്നു. അവർ മൂടുപടം ധരിച്ചിരുന്നു. അവർ മഹർഷിമാരുടെയും ദശരഥൻ്റെയും പാദങ്ങൾ സ്പർശിച്ചു. അനന്തരം കുട്ടികളുടെ അടുത്തേക്ക് നീങ്ങി. അമ്മമാർ പ്രേമാങ്കുലികളെ കൊണ്ട് അവരുടെ തലയിലെ കിരീടങ്ങളെ തടവുകയും ചെയ്തു. വസിഷ്ഠൻ ആദ്യം അവരോട് ചോദിച്ചു, മാതാവേ, രാക്ഷസന്മാരുടെ ഇടപെടലിൽ നിന്നും തടസ്സപ്പെടുത്തലിൽ നിന്നും വിശ്വാമിത്രൻ്റെ യജ്ഞം കാത്തുരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ രാമനും ലക്ഷ്മണനും ഇന്ന് വിശ്വാമിത്രൻ്റെ കൂടെ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കൂ. ഇത് കേട്ടപ്പോൾ കൗസല്യ സാഹചര്യം തല ഉയർത്തി പറഞ്ഞു, ഞാൻ എന്താണ് കേൾക്കുന്നത്? മഹാനായ ഋഷി ചെയ്യുന്ന യജ്ഞം കാത്തുരക്ഷിക്കേണ്ടത് ഈ പിഞ്ചു കുട്ടികളോ? ദിവ്യശക്തിയുള്ള മന്ത്രങ്ങൾ തന്നെ ഏറ്റവും ഉത്തമമായ കവചങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. ഉപദ്രവങ്ങളിൽ നിന്നും യജ്ഞം സംരക്ഷിക്കുന്നതിനുള്ള ഭാരം ഏറ്റെടുക്കാൻ വെറും മനുഷ്യർ എങ്ങനെ ധൈര്യപ്പെടും? യജ്ഞത്തിൻ്റെ വിജയകരമായ പര്യവസാനം അതിൽ പങ്കെടുക്കുന്ന പൗരോഹിത്യത്തിൻ്റെ തപസ്സിന്മേലാണ് അധിഷ്ഠിതമായിട്ടുള്ളത്. ഇത് ശരിയാണെന്ന് വസിഷ്ഠന് ബോധ്യപ്പെട്ടു. പക്ഷേ എന്നിട്ടും ആ അവസ്ഥയിൽ കുറേ കൂടി വിശദീകരണം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. കൗസല്യ മാതാവേ, വിശ്വാമിത്രൻ്റെ യജ്ഞം ഒരു സാധാരണ കർമ്മമല്ല. പല പ്രതിബന്ധങ്ങളും അതിനെ ബാധിക്കുന്നു. അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടാകുന്നു. വസിഷ്ഠൻ ഈ വിവരണം തുടർന്നുകൊണ്ടിരിക്കെ കൗസല്യ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, തപസ്വിനികളും ഋഷികളും ചെയ്യുന്ന യജ്ഞങ്ങളിൽ ഉത്കണ്ഠ നിഴൽ വീശുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു. പരിശുദ്ധമായ ഒരു തീരുമാനത്തിനെതിരായി നിൽക്കാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമമായ ജ്യോതിസും ശാന്തിയും വെളിപ്പെടുത്തുന്നതിനാണ് മഹർഷി ആ ആഗ്രഹം വളർത്തിയെടുത്തിരിക്കുന്നതും അതിൻ്റെ പൂർത്തീകരണത്തിനായി അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതാണ് എൻ്റെ ഊഹം. രാജാവിന് കുട്ടികളോടുള്ള ബന്ധം പരിരക്ഷിക്കാനായിരിക്കും മഹർഷി ഈ അപേക്ഷ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സർവ്വവിധത്തിലുള്ള ഗൂഢവും അസാധാരണവുമായ ശക്തികൾ എല്ലാമുള്ള വിശ്വാമിത്ര മഹർഷി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഈ യജ്ഞം ശൈശവത്തിൻ്റെ ഈ ഇളം മുളകൾ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമെന്ന് നമുക്കെങ്ങനെ വിശ്വസിക്കാനാകും? രാമൻ്റെ തലമുടി തൊട്ട് തഴിഞ്ഞോമനിച്ചുകൊണ്ട് കൗസല്യ ഇത് പറയുമ്പോൾ ആ സംസാരം കേട്ടുകൊണ്ടിരുന്ന ദശരഥൻ പെട്ടെന്ന് സത്യം മനസ്സിലാക്കി. അദ്ദേഹം ധീരമായ ഒരു തീരുമാനമെടുത്തു. അതെ, കൗസല്യയുടെ വാക്കുകൾ സത്യം വെളിപ്പെടുത്തുന്നു. ഇത് എന്നെ പരീക്ഷിക്കാനുള്ള ഒരു സൂത്രം മാത്രമാണ്. എനിക്ക് തീർച്ചയായും ഗുരു, ഈ ദുർബലനായി എനിക്ക് എങ്ങനെ അങ്ങയുടെ പരീക്ഷ അഭിമുഖീകരിക്കാൻ കഴിയും? അങ്ങയുടെ ആഗ്രഹം എന്തായാലും ഞാനത് പ്രകാരം ചെയ്യാം. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദശരഥൻ വസിഷ്ഠൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വസിഷ്ഠൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, മഹാരാജാവേ, താങ്കൾ ധാർമ്മികതയുള്ളവനാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടികൾ സാധാരണക്കാരല്ല. അവരുടെ കുശലതയും പ്രാപ്തിയും അതിരറ്റതാണ്. ഞങ്ങൾക്കറിയാം, മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ഈ അവസരം അവരുടെ വിജയയാത്രയുടെ ഉദ്ഘാടനം മാത്രമാണ്. അവരുടെ വിജയപൂർണമായ ജീവിതത്തിൻ്റെ ചരിത്രത്തിനുള്ള നാന്ദിയാണിത്. ധർമ്മരക്ഷണം വ്രതം അവർ ഏറ്റെടുക്കുന്നതാണിത്. വിജയവധുവോടുകൂടി അവർ വേഗം തിരിച്ചെത്തും. അതുകൊണ്ട് ഇനി കൂടുതൽ ചിന്തിക്കാതെ കുട്ടികളെ സന്തോഷപൂർവ്വം വിശ്വാമിത്രനെ ഏൽപ്പിക്കൂ. വസിഷ്ഠൻ കുട്ടികളെ അടുത്ത് വിളിച്ച് തൻ്റെ പവിത്രമായ കൈത്തലം അവരുടെ ശിരസിൽ വെച്ചു. തൻ്റെ അനുഗ്രഹം അവരിൽ അർപ്പിക്കുന്ന ചില മന്ത്രങ്ങൾ ചൊല്ലി കുട്ടികൾ അമ്മമാരുടെ പാദങ്ങളിലും നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം സ്വീകരിച്ചു. അവർ പുറപ്പെടുവാൻ തയ്യാറായി നിന്നു. ദശരഥൻ അവരുടെ മുഖങ്ങളിൽ പ്രസരിക്കുന്ന ആനന്ദത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും തിളക്കം കണ്ടു. ഉള്ളിൽ ഉയർന്നു വരുന്ന ദുഃഖത്തോടെ അദ്ദേഹം അടക്കി നിർത്തി. കുട്ടികളുടെ ചുമലിൽ കൈകൾ വെച്ച് വിശ്വാമിത്രൻ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അവർ രണ്ടുപേരും ഗുരു, ഇന്നു മുതൽ അങ്ങയുടെ പുത്രരാണ്. അവരുടെ ആരോഗ്യവും സുഖവും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. കുറേ രക്ഷാഭടന്മാരെ കൂടി അയക്കണമെന്ന് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം അങ്ങനെ ചെയ്യാം. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പൊട്ടിച്ചിരിച്ചു. ഹേ രാജാവേ, നിങ്ങൾക്ക് യഥാർത്ഥമായും ഭ്രാന്താണ്. സർവ്വ പ്രതിബന്ധങ്ങളിൽ നിന്നും യജ്ഞത്തെ കാത്തുരക്ഷിക്കാൻ പോകുന്ന ഈ ധീരാത്മാക്കളെ രക്ഷിക്കാൻ ആരെങ്കിലുമുണ്ടോ? നമുക്ക് രക്ഷിക്കാൻ സാധിക്കാത്ത യജ്ഞത്തെ രക്ഷിക്കാനാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശക്തന്മാരായ വീരന്മാർക്ക് അവരെ രക്ഷിക്കാൻ ആരെങ്കിലും ആവശ്യമുണ്ടോ? തീർച്ചയായും കുട്ടികളോടുള്ള സ്നേഹം നിങ്ങളെ അന്ധനാക്കിയിരിക്കുന്നു. രാജാവേ, ഞാൻ എന്തു കാര്യത്തിനാണോ അവരെ കൊണ്ടുപോകുന്നത്, ആ കാര്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ നിങ്ങളുടെ സമീപം കൂട്ടിക്കൊണ്ടുവരും. അസ്വസ്ഥപ്പെടേണ്ട.
ധാർമ്മികമായി രാജ്യം ഭരിക്കൂ. വിശ്വാമിത്രൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഓരോരുത്തരും മഹർഷിയെ കൈകൂപ്പി വണങ്ങി. അദ്ദേഹം ആദ്യമായി സഭാതലത്തിൽ നിന്നും പുറത്തു കടന്നു. രാജകുമാരന്മാർ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. രാജധാനിയുടെ പ്രധാന കവാടത്തിനടുത്തെത്തിയ ഉടനെ ജനങ്ങൾ ദേവവാദ്യത്തിൻ്റെ ശബ്ദം കേട്ടു. ആകാശത്ത് നിന്നും കാഹളത്തിൻ്റെ പ്രതിധ്വനിയും കേൾക്കാറായി. അവരുടെ മേൽ പുഷ്പവൃഷ്ടിയുണ്ടായി. അവർ നടന്നു പോകുമ്പോൾ ഓരോ വാതിൽക്കൽ നിന്നും ശംഖധ്വനി മുഴങ്ങി. വീതിയിൽ കാഹള ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നു. അവരെ കണ്ടപ്പോൾ മുതിർന്ന സിംഹത്തിൻ്റെ പിന്നാലെ 2 സിംഹക്കുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ള നഗരവാസികൾക്കും തോന്നി. രാജകുമാരന്മാർ നഗ്നപാതരായി എന്തിനാണ് നടക്കുന്നതെന്നും ആ പ്രസിദ്ധനായ മഹർഷിയുടെ കൂടെ എന്തിനാണ് രാജധാനി വിട്ടു പോകുന്നതെന്നും ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവരോട് അവരെന്തിന് പോയതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. മന്ത്രിമാർ, പരിജനങ്ങൾ, നഗരവാസികൾ എന്നിവർ അവരെ നഗര കവാടം വരെ മാത്രമേ അനുഗമിച്ചുള്ളൂ. കാരണം അതായിരുന്നു രാജകൽപ്പന. അവിടെ വച്ച് രാജകുമാരന്മാരോട് അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. മൂവരും യാത്ര തുടർന്നു. വിശ്വാമിത്രൻ വഴി കാണിച്ചുകൊണ്ട് മുന്നിലും പിന്നിൽ രാമനും അതിൻ്റെ പിന്നിൽ ലക്ഷ്മണനും നടന്നു. അവർ വഴിയുടെ ഇരുവശങ്ങളിലും വരിയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വൃക്ഷങ്ങൾ കണ്ടു. അവരുടെ മുന്നിൽ വെളിപ്പെടുത്തപ്പെട്ട പ്രകൃതി സൗന്ദര്യം കൊണ്ട് അവർ ഉള്ളു നിറച്ചു. കുറേ ദൂരം സഞ്ചരിച്ച ശേഷം അവർ മനുഷ്യവാസം തീരെയില്ലാത്ത ഒരു കൊടുങ്കാട്ടിൽ കടന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അവർ ചർമ്മം കൊണ്ടുള്ള കയ്യുറകളും വിരലുറകളും ധരിക്കണം എന്ന് വിശ്വാമിത്രൻ കൽപ്പിച്ചു. അതുവരെ ചുമലിൽ തൂങ്ങിയിരുന്ന വില്ലെടുത്ത് പ്രയോഗത്തിന് തയ്യാറായ നിലയിൽ കയ്യിൽ ധരിക്കാനും മഹർഷി ആവശ്യപ്പെട്ടു. ബാലന്മാർ അങ്ങനെ തയ്യാറെടുത്തു. അവർ നിശബ്ദവും ഭീഷണപ്രദവുമായ വനത്തിൽ കൂടി കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ നിർഭീകരരും തേജസ്വികളുമായി ആ പ്രദേശത്തിൻ്റെ അതിനായകന്മാരാണ് തങ്ങളെന്ന പോലെ നടന്നു നീങ്ങി. സായിറാം.